Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂർ നഗര വികസന പ്രവൃത്തിക്കായി വനം വകുപ്പ് സ്ഥലം വിട്ടു നൽകി. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷൻ ഓഫീസുകൾക്ക് മുൻവശത്തെ റോഡരികിലെ ഭൂമിയാണ് റോഡ് നവീകരണത്തിനായി വിട്ടു നൽകിയത്. PV അൻവർ MLA യുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് കുറ്റിയടിച്ചു. ഇതോടെ നിലമ്പൂർ ടൗൺ വികസനത്തിന് വേഗത വർദ്ധിക്കും. നിലമ്പൂർ ടൗണിൽ റോഡ് വീതി കൂട്ടി നവീകരിച്ച് നടത്തുന്ന ടൗൺ വികസന പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് റോഡ് വികസനത്തിനായി വനംവകുപ്പ് വനഭൂമി വിട്ടു നൽകിയത്. നിലമ്പൂർ ഗസ്റ്റ് ഹൌസിനും പോസ്റ്റ് ഓഫീസിനും ഇടയിലുള്ള വനഭൂമിയാണ് റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. ഇതിനായി 3 മീറ്റർ വീതിയിൽ അളന്ന് തിട്ടപ്പെടുത്തി. ജനതപ്പടി മുതൽ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ വരെയുള്ള 1.25 കിലോമീറ്റർ ഭാഗത്താണ് റോഡ് വികസിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും മറുഭാഗത്ത് അർബൻ ബാങ്ക് വരെയും VK റോഡ് ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് വരെയും ഭൂമി ഏറ്റെടുത്ത് ഓവുചാൽ പുതുക്കി പണിതിട്ടുണ്ട്. എന്നാൽ വനഭൂമിയും ടൗണിലെ ചില സ്വകാര്യ ഭൂമിയും ഏറ്റെടുക്കാനുള്ള നടപടികൾ തടസ്സപ്പെട്ടതിനാൽ PV അൻവർ MLA വനമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് വനഭൂമിയിൽ MLA യുടെ നേതൃത്വത്തിൽ കുറ്റിയടിച്ചത്. ഭൂമി ഏറ്റെടുത്ത് വനഭൂമി ലഭിക്കാൻ DFOയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും ടൗണിൽ ബാക്കിയുള്ള ഭാഗത്തും ഭൂമി ഏറ്റെടുത്ത് റോഡ് നവീകരണ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. നിലമ്പൂർ നോർത്ത് DFO P. കാർത്തിക്, പൊതുമരാമത്ത് E. മുഹ്സിൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാക്നാഥ് തോപ്പിൽ എന്നിവരും സംബന്ധിച്ചു. ഈ റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തി എല്ലാ ഭാഗങ്ങളിലും നടക്കുകയാണ്. നമ്മൾ ഏറ്റവും പ്രയാസപ്പെട്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഡിവിഷണൽ ഓഫീസ് നിൽക്കുന്ന ഈ കോമ്പൗണ്ടിന്റെ ഭാഗത്തുണ്ടായിരുന്ന വീതി കൂട്ടൽ പ്രക്രിയയൊക്കെ ഉണ്ടായിരുന്ന ലീഗലായിട്ടുള്ള തടസ്സങ്ങളാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായിരുന്നാലും പുതുതായിട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട DFO പരിപൂർണമായിട്ടും ജനകീയമായ ഇടപെടലുകൾ നടത്തുകയാണ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിന് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയിട്ട് ആ ഫോറസ്ട്രി സംവിധാനങ്ങൾ നിലനിർത്തേണ്ടതാണ് എന്ന ഉദ്യമബോധമുള്ള നല്ലൊരു ഓഫീസർ നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുകയും വളരെ വേഗതയിൽ ഈ വിഷയം നേരിട്ട് അദ്ദേഹത്തിന്റെ കൺമുമ്പിലുള്ള വിഷയമാണ്, അതിൽ ഇടപെടുകയും അതിന് വളരെ മാനുഷികമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കാൻ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത്. ബഹുമാനപ്പെട്ട മന്ത്രി പലതവണ ഇടപെട്ടൊരു വിഷയമാണ്. എന്നിരുന്നാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്, DFOയുടെ ഒരു ഇനീഷ്യേറ്റീവ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോട് കൂടി, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് ആ സ്ഥലം അനൌദ്യോഗികമായി വിട്ടുതന്ന് നമ്മളതിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. 5 കോടി രൂപ ചെലവിലാണ് നിലമ്പൂർ ടൗൺ വികസന പ്രവൃത്തി നടന്നുവരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റോഡ് നവീകരണ പ്രവൃത്തി തുടങ്ങിയത്. 3 മാസം കൊണ്ട് പൂർത്തീകരിക്കാനായിരുന്നു തീരുമാനമെങ്കിലും മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കാനാവാത്തതിനാൽ പ്രവൃത്തി നീളുകയായിരുന്നു. കുറഞ്ഞത് 13 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കും. 9 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തും. ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. റോഡരികിൽ 2 അടി വീതിയിൽ കട്ട പതിക്കുകയും ചെയ്യും. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ നിലമ്പൂർ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിന്റെ ഭാഗമായ നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കുറവ് കാരണം ഗതാഗത കുരുക്ക് പതിവാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.